ഇത്തവണ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ LDF ചിത്രത്തിൽ ഇല്ലാത്ത ചില ജില്ലകൾ കൂടിയുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടതാണ്. അതായത് LDFിൻ്റെ ഏതെങ്കിലും പ്രതിനിധികൾക്ക് വിജയിച്ച് കയറാൻ പറ്റാത്ത ജില്ലകൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എറണാകുളം ആണ് ഒന്ന്, മറ്റൊന്ന് കോട്ടയമാണ്, അതോടൊപ്പം തന്നെ ഇടുക്കി, മലപ്പുറം, വയനാട്. ഈ ജില്ലകൾക്കും ചില പ്രത്യേകതകളുണ്ട്. ഇതിൽ തന്നെ എറണാകുളവും കോട്ടയവും ഇടുക്കിയും ഇത് മിഡിൽ കേരളയിൽ വരുന്ന ജില്ലകൾ ആണ്. ഇതിന് നഗരകേന്ദ്രീകൃതമാകുന്ന ഒരു സ്വഭാവം എന്നതിനോടൊപ്പം തന്നെ ഈ ജാതി മത സാമുദായികമായ ഇക്വേഷനുകൾ വളരെ കൃത്യമായി വർക്ക് ചെയ്യപ്പെടുന്ന ഒന്നുകൂടിയാണ്. മലപ്പുറവും വയനാടും അത്തരത്തിൽ തന്നെ നമുക്ക് കാണേണ്ടതാണ്. അവിടെ മലപ്പുറത്തെ നമുക്ക് മാറ്റി നിർത്തേണ്ടതില്ല. മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ നിയമസഭാ സീറ്റുകൾ ഉള്ള ലീഗിൻ്റെ കോട്ടകൾ ആയിട്ടുള്ള ജില്ലയാണ്. അവിടെ കൃത്യമായി മറ്റാർക്കും വിജയിക്കാൻ സാധിക്കാതെ പോകുന്നു. വയനാടിൻ്റെ സ്വഭാവം നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് മതസാമുദായിക വോട്ടുകൾ കാസ്റ്റ് ചെയ്യപ്പെട്ടത്? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വിഷയമാണ് ഞങ്ങൾ നേരത്തെയും ചർച്ച ചെയ്തത്. ഒരിക്കൽ കൂടി ആ വിഷയത്തിലേക്ക് പോകുമ്പോൾ ടോം ആണ് ആദ്യഘട്ടത്തിൽ ചേരുന്നത്. ടോം, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് ഇത്തവണ ക്രൈസ്തവ വോട്ടുകൾ അത് ഏറിയ പങ്കും കൂട്ടത്തോടെ UDFിനെ പിന്തുണയ്ക്കും എന്നത് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഒരു പക്ഷേ പ്രേക്ഷകർക്ക് സംശയമായി തോന്നാം അതെങ്ങനെയാണ് ഈ ജാതി തിരിച്ച് മതം തിരിച്ചൊക്കെ വോട്ടറിയാൻ സാധിക്കുക എന്നത്. അതിന് ആധികാരികമാകുന്ന ചില ഡോക്യുമെൻറ്റുകളാണ് പ്രേക്ഷകരുമായി പങ്കുവച്ചത്. യഥാർത്ഥത്തിൽ നേരത്തെ തന്നെ ആ പിന്തുണ UDF ഉറപ്പിച്ചിരുന്നു എന്നതല്ലേ വസ്തുത. അതിൽ ഒരു ചോർച്ചയും ഉണ്ടായില്ല എന്നതല്ലേ ഫലം വരുമ്പോൾ വായിച്ചെടുക്കാൻ പറ്റുന്നത്. തീർച്ചയായും അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ, അതായത് കേരളത്തിൽ UDF തൂത്തുവാരിയ 5 ജില്ലകൾ, ഈ 5 ജില്ലകളുടെ സ്വഭാവം തന്നെ പരിശോധിച്ചാൽ ന്യൂനപക്ഷ വോട്ടുകൾ അതിനിർണായകമായിട്ടുള്ള ജില്ലകളാണ്. അത് മലപ്പുറവും വയനാടും മലപ്പുറം ജില്ല മുസ്ലിം ഭൂരിപക്ഷമുള്ള ജില്ലയാണ്. വയനാട് ജില്ല മുസ്ലിം അതോടൊപ്പം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുള്ള ജില്ല. ഇനി മധ്യ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എറണാകുളത്ത് ഏകദേശം ഒരു 65-70% ക്രിസ്ത്യൻ മുസ്ലിം ഭൂരിപക്ഷമുള്ളൊരു ജില്ലയാണ്. കോട്ടയം ജില്ലയുടെ ഒരു പശ്ചാത്തലം പറയാം. കോട്ടയവും ഇടുക്കിയും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ വോട്ട് ബാങ്ക് ആയിട്ടുള്ള ജില്ല. എന്തുകൊണ്ടാണ് ഇത്രയും ജില്ലകൾ, ഈ 5 ജില്ലകളിൽ ഇത്രയധികം ഒരു മേധാവിത്വം, ഒരു സർവാധിപത്യം UDFിന് ഉണ്ടായതെന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമായി പറയാം. ഒരു ന്യൂനപക്ഷ ഒരു കൺസോൾട്ടേഷൻ ഈ 5 ജില്ലകളിലും സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും മധ്യ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം, പ്രത്യേകിച്ച് സാമൂഹ്യ പശ്ചാത്തലമൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ 2021 തിരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചതെന്ന് വളരെ വ്യക്തമായി തന്നെ നമ്മൾ പഠിച്ചതാണ്. അതായത് ക്രൈസ്തവ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്താൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിരുന്നു. 2021 ഒരു രാഷ്ട്രീയ സാഹചര്യം അതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ഇത്തവണത്തെ രാഷ്ട്രീയ പശ്ചാത്തലം. അതായത് 2021 കേരള കോൺഗ്രസ് മാണി വിഭാഗം LDFിലേക്ക് പോയതോടുകൂടി ക്രൈസ്തവ വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തി. മാത്രമല്ല, കൃത്യമായൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടപ്പാക്കാൻ പിണറായി വിജയൻ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന് 2021 സാധിച്ചിരുന്നു. അതായത് മാണി ഗ്രൂപ്പിന് 12 സീറ്റ് നൽകുന്നു. ക്രിസ്ത്യൻ, പ്രത്യേകിച്ചും കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ വ്യക്തമായ മേധാവിത്വം ഉറപ്പിക്കാനായി ഇടതുപക്ഷത്തിന് കഴിഞ്ഞിരുന്നു. വലിയ തിരിച്ചടിയായിരുന്നു മധ്യ കേരളത്തിലുണ്ടായത്. പക്ഷേ ഇത്തവണ, അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കഴിഞ്ഞൊരു 5-8 വർഷത്തിനിടയിൽ BJP ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ച വിഷയം ഇതായിരുന്നു. മുസ്ലിം ലീഗ് UDFിൽ അപ്രമാദിത്വം കാണിക്കുന്നു. മുസ്ലിം ലീഗാണ് UDFിനെ നിയന്ത്രിക്കുന്നത്. മാണി വിഭാഗത്തെ UDFിൽ നിന്നും പുറത്താക്കി. മാത്രമല്ല, കോൺഗ്രസ്സിൽ ക്രൈസ്തവ വിഭാഗത്തിലുള്ള നേതാക്കന്മാരുടെ ഒരു സ്വാധീനം നഷ്ടപ്പെട്ടു. പ്രത്യേകിച്ചും ഉമ്മൻചാണ്ടിയുടെ മരണശേഷം അത് വ്യക്തമായിരുന്നു. KM മാണിയുടെ മരണശേഷം അത് വലിയ രീതിയിലൂടെ ക്രൈസ്തവ നേതാക്കന്മാർ UDFിൽ ഇല്ല എന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഇടതുപക്ഷം വളരെ വ്യക്തമായും ക്രൈസ്തവ മേഖലകളിലേക്ക് കടന്നു വന്നത്. പക്ഷേ KPCC അധ്യക്ഷനായി സണ്ണി ജോസഫിനെ നിയമിക്കുന്നതോടുകൂടി ആ പ്രചരണം ഒരു പരിധിവരെയും പ്രതിരോധിക്കാൻ UDFിന് കഴിയുന്നു. മാത്രമല്ല, ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരമാവധി ക്രൈസ്തവ മേഖലകളിലെല്ലാം ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സീറ്റ് നൽകുന്നു. ജോസഫ് ഗ്രൂപ്പിനെ 10-ൽ നിന്നും 8 സീറ്റായി വെട്ടിക്കുറച്ചെങ്കിൽ പോലും അതിൽ 7 സീറ്റും ഷുവർ സീറ്റ് ജോസഫ് ഗ്രൂപ്പിന് നൽകുന്നു. മാത്രമല്ല, അതോടൊപ്പം ഈ പ്രത്യേകിച്ച് ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ വിവാദമായത് കൊച്ചി സീറ്റ് മുഹമ്മദ് ഷിയാസിന് നൽകിയതാണ്. കൊച്ചിയും, അതായത് കൊച്ചി രൂപതയുടെ കീഴിലുള്ള കൊച്ചി, അരൂർ നിയമസഭാ മണ്ഡലങ്ങളിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ UDFിൻ്റെ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ അതൊരു പരിധി തിരിച്ചടിയാകുമോ എന്ന രീതിയിൽ ഒരു പ്രചരണം ഉണ്ടായെങ്കിൽ പോലും മറുവശത്ത് വൈപ്പിനിൽ ടോണി ചമ്മണിക്ക് സീറ്റ് കൊടുത്തുകൊണ്ട് അത് കൃത്യമായും ബാലൻസ് ചെയ്യാനായി UDF നേതൃത്വം, എറണാകുളത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞു എന്നതും മറ്റൊരു എടുത്തു പറയേണ്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ന്യൂനപക്ഷങ്ങളുടെ ഒരു കണക്കെടുത്ത് നോക്കിയാൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ മധ്യ കേരളത്തിൽ സർവാധിപത്യമുണ്ടായി. തൃശ്ശൂർ ജില്ലയിലെ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം തകർന്നു കിടക്കുന്ന തൃശ്ശൂർ ജില്ല, അവിടെ 4 സീറ്റിൽ 3 സീറ്റ്, അതായത് UDF പിടിച്ചെടുത്ത 3 സീറ്റ്, അത് 1 ചാലക്കുടി സിറ്റിംഗ് സീറ്റാണ്, 2 ഇരിങ്ങാലക്കുട, 3 തൃശ്ശൂർ. ഇത് 3 ക്രൈസ്തവ വിഭാഗത്തിന് മേധാവിത്വമുള്ള
സീറ്റാണ്. ഒരു കാരണവശാലും അതായത് നമുക്കറിയാം, ഒരു 15 വർഷം മുൻപ് ഇടയലേഖനങ്ങൾ ഇറക്കിക്കൊണ്ട് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ വിശ്വാസികൾക്ക് രാഷ്ട്രീയ പ്രബോധനം നൽകിയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ കൃത്യമായ രാഷ്ട്രീയ സന്ദേശം നൽകിയിരുന്നുവെങ്കിൽ കഴിഞ്ഞൊരു 15 വർഷമായി അത്തരൊരു ഇടയലേഖനം ഇറക്കുന്ന പ്രവണതയില്ല. മാത്രമല്ല, പൊതുവെ PC ജോർജിനെ പോലെയുള്ളവർ, അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ ചില നേതാക്കന്മാർ പറഞ്ഞിരുന്നു, ബിഷപ്പുമാർ പറയുന്നത് വിശ്വാസികൾ കേൾക്കുന്ന കാലം കഴിഞ്ഞുവെന്ന്. പക്ഷേ കൃത്യമായ രാഷ്ട്രീയ സന്ദേശം, കൃത്യമായി ആർക്ക് വോട്ട് ചെയ്യണമെന്ന സന്ദേശം ബിഷപ്പുമാർ അത് കൃത്യമായും നൽകി, അതിന് സഭാ നേതൃത്വം നൽകി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുതന്നെയാണ് തെരഞ്ഞെടുപ്പിന് ശേഷം PC ജോർജ് പറഞ്ഞത്. കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് പൂഞ്ഞാറിലും അതോടൊപ്പം കാഞ്ഞിരപ്പള്ളിയിലും ഈ UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് രഹസ്യമായി പല മഠങ്ങളിലടക്കം വിളിച്ചു പറഞ്ഞു എന്ന രീതിയിൽ PC ജോർജ് പറഞ്ഞുവെങ്കിൽ അത് ഒരു പരിധിവരെയും സത്യമാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത് പ്രത്യേകിച്ചും പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയും ഒരു കാരണവശാലും എത്ര വലിയ തരംഗമുണ്ടായാലും വൈക്കവും കാഞ്ഞിരപ്പള്ളിയും ജയിക്കുമെന്ന യാതൊരു പ്രതീക്ഷയും UDFനില്ലായിരുന്നു. കാരണം ഡോക്ടർ N ജയരാജനെ കാഞ്ഞിരപ്പള്ളിയിൽ തോൽപ്പിക്കുക അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിനും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനും വലിയ സ്വാധീനമുള്ള മണ്ഡലം. അതോടൊപ്പം ഈ രണ്ട് മണ്ഡലം പൂഞ്ഞാറിലും കാഞ്ഞിരപ്പള്ളിയിലും പുതുമുഖ സ്ഥാനാർത്ഥികളായിരുന്നു. പക്ഷേ അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിൽ ദേവികുളം ഒഴിച്ചു നിർത്തിയാൽ ബാക്കി 4 മണ്ഡലങ്ങളിൽ UDFന്റെ ഭൂരിപക്ഷം മാത്രം ഒന്ന് പരിശോധിക്കാം. അതായത് തൊടുപുഴയിൽ 40,000-ലധികം ഭൂരിപക്ഷം, പീരുമേടും ഉടുമ്പൻചോലയിലും അതോടൊപ്പം ഇടുക്കിയിലും 20,000-ലധികം ഭൂരിപക്ഷം. ക്രൈസ്തവ വോട്ടുകൾ ഒരു കാരണവശാലും വിള്ളലുണ്ടായില്ല. കൃത്യമായും UDFന് തന്നെ ആ വോട്ടുകൾ എത്തുന്നു. പരമാവധി പൂർണ്ണമായും വോട്ട് ക്രൈസ്തവ വിഭാഗത്തിന്റെ വോട്ടുകൾ UDFിലേക്ക് എത്തിക്കാൻ സഭാ നേതൃത്വം തന്നെ ഇടപെട്ടു, രഹസ്യമായി ഇടപെട്ടെന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമുക്കറിയാം, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് മാണി ഗ്രൂപ്പിനെ UDFിൽ എത്തിക്കാനുള്ള ചില നീക്കങ്ങൾ സഭാ നേതൃത്വം നടത്തിയിരുന്നു. പ്രത്യേകിച്ചും സഭയുടെ ആസ്ഥാനത്തേക്ക്, കാക്കനാട്ടെ സഭാ ആസ്ഥാനത്തേക്ക് പ്രതിപക്ഷ നേതാവിനെ വിളിച്ചു വരുത്തുന്നു, ജോസ് കെ മാണിയുമായി ചർച്ച നടത്താനുള്ള നീക്കം നടത്തുന്നു. പക്ഷേ അവിടെയാണ് റോഷി അഗസ്റ്റിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്. റോഷി അഗസ്റ്റിൻ താൻ UDFിലേക്ക് ഇല്ല എന്ന് പറയുന്നതോടുകൂടി അതായത് സഭയുടെ നിർദ്ദേശം മറികടന്നുകൊണ്ട് ജോസ് കെ മാണി വിഭാഗം LDFിൽ തുടരുന്നതോടുകൂടി ജോസ് കെ മാണിയെ കൈവിടാൻ സഭ തീരുമാനിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ജോസ് കെ മാണിക്ക് ഇത്രയധികം തിരിച്ചടി ഉണ്ടായത്. അതായത് ഒരുപക്ഷെ ജോസ് കെ മാണിയുടെ സംസ്ഥാന പാർട്ടി പദവി പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തേക്ക് എത്തുന്നു. ഒരു MP ഇല്ല. അതായത് രാജ്യസഭ MP സ്ഥാനം മാറ്റി നിർത്തിയാൽ ജോസ് കെ മാണിയുടെ ഏകദേശം അതിൻ്റെ കാലാവധി തീരാൻ പോകുന്നു. അതിനപ്പുറം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ലോക്സഭ MP ഇല്ല, ഒരു MLA പോലും ഇല്ലാത്ത രീതിയിലേക്ക് പാർട്ടി ദുർബലമാകുന്ന സാഹചര്യം എന്തുകൊണ്ടുണ്ടായി എന്ന് ചോദിച്ചാൽ സഭാ നേതൃത്വം പറയുന്ന രീതിയിൽ ജോസ് കെ മാണി കേട്ടില്ല. അത് റോഷി അഗസ്റ്റിൻ കേട്ടു. അതുകൊണ്ട് കാരണം നമുക്കറിയാം, ഈ റോയ് കെ പൗലോസ് യാക്കോബ വിഭാഗത്തിൽപ്പെട്ടൊരു നേതാവാണ്. അങ്ങനെ പ്രത്യേകിച്ച് കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട റോഷി അഗസ്റ്റിന് സ്വാധീനം ഉണ്ടായിട്ട് പോലും യാക്കോബ വിഭാഗത്തിൽപ്പെട്ട റോയ് കെ പൗലോസ് അവിടെ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ അവിടെ ആ രീതിയിൽ ഒരു സാമുദായികമായ ധ്രുവീകരണം ഉണ്ടായില്ല. കൃത്യമായും സഭ UDFന് തന്നെ വോട്ട് ചെയ്യണമെന്ന ഒരു രഹസ്യ നിർദ്ദേശം നൽകിയെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം മലയോര മേഖലകളിൽ മലബാറിൽ പല മേഖലകളിലും ഒരു വോട്ട് ഷെയർ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, പ്രത്യേകിച്ച് ക്രൈസ്തവ മതവിഭാഗത്തിന് ഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ സ്വാധീനമുള്ള ഇരിക്കൂര്, പേരാവൂര് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, അതോടൊപ്പം തിരുവമ്പാടി സാധാരണഗതിയിൽ മുസ്ലിം ലീഗിന് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട വോട്ട് ചെയ്യാറില്ല എന്ന്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി നമുക്കറിയാം, പ്രത്യേകിച്ചും ജോർജ് തോമസ്, അതോടൊപ്പം ലിൻഡോ ജോസഫ് ഉൾപ്പെടെയുള്ളവർ എന്തുകൊണ്ട് തിരുവമ്പാടിയിൽ നിന്ന് വിജയിച്ചു വന്നെന്ന് ചോദിച്ചാൽ അത് ക്രൈസ്തവ വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിരുന്നു. പക്ഷേ ഇത്തവണ ക്രൈസ്തവ വോട്ട് മുസ്ലിം ലീഗിന് തന്നെ ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് ശേഷം മുസ്ലിം ലീഗിന് തിരുവമ്പാടി വിജയിക്കാൻ കഴിഞ്ഞത്. അതോടൊപ്പം നിലമ്പൂർ, ക്രൈസ്തവ വിഭാഗത്തിന് സ്വാധീനമുള്ള നിലമ്പൂരിൽ മുസ്ലിം വോട്ട് മാത്രമല്ല ക്രൈസ്തവ വോട്ടും UDFിനൊപ്പം നിലനിർത്താൻ കഴിഞ്ഞതാണ് ഇത്രയധികം ഒരു ഭൂരിപക്ഷം അവിടെ ആര്യാടൻ ഷൗക്കത്തിന് ഉണ്ടായതെന്നും വളരെ വ്യക്തമായി തന്നെ പറയേണ്ടി വരും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.